ഭാഷയെ മറിയാക്കിക്കൊണ്ട് തമിഴ്നാട്ടിലെ DMK സർക്കാർ നടത്തുന്ന വിഘടനവാദ സമീപനങ്ങൾ പുതിയ തലത്തിലേക്ക് മാറുകയാണ്. തമിഴ്നാട് സർക്കാരിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന സർക്കാർ ഉത്തരവുകളും സർക്കുലറും തമിഴിൽ മാത്രമേ ആയിരിക്കാവൂ എന്ന് സർക്കാർ ഉത്തരവിട്ടു. ഫയലിലെ കുറിപ്പുകൾ തമിഴിലായിരിക്കണമെന്നും സർക്കാർ ജീവനക്കാർ ഇനി തമിഴിൽ മാത്രമേ ഒപ്പിടാവൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളിൽ നിന്ന് തമിഴിൽ ലഭിക്കുന്ന കത്തുകൾക്ക് തമിഴിൽ മറുപടി നൽകണമെന്നും തമിഴ്നാട് സർക്കാർ പറയുന്നു. എല്ലാ വകുപ്പുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നുമുള്ള ഔദ്യോഗിക കത്തിടപാടുകൾ തമിഴിൽ മാത്രമേ അയക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. മറ്റു ഭാഷകൾ മാത്രം അറിയുന്നവർക്ക് തമിഴ്നാട്ടിൽ ജീവിക്കുന്നത് അസഹനീയമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റാലിൻ സർക്കാരിന്റെ ഈ നീക്കമെന്ന് വിമർശനം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി സ്റ്റാലിൻ വിഘടിത തമിഴ്നാടും പ്രത്യേക പതാകയും വേണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും തമിഴ്നാട് BJP അധ്യക്ഷൻ നൈനാ നാഗേന്ദ്രൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ തെലുങ്കും മലയാളവും സംസാരിക്കുന്ന ആളുകളുണ്ട്. ത്രിഭാഷാ നയത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് പഠിക്കാമെന്നും പറയുന്നുണ്ട്. സംസ്ഥാനങ്ങളെ വിഭജിക്കുക എന്ന വിഘടനവാദ അജണ്ടയുമാണ് DMK സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇന്ത്യ ഏകദാനമായിരിക്കണമെന്നും അവർ കരുതുന്നില്ല. വിഘടിത തമിഴ്നാടും പ്രത്യേക പതാകയും വേണമെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ കരുതുന്നു. രാജ്യം ഒരു സൂപ്പർ പവർ ആകണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിക്കണം. എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ചാൽ മാത്രമേ രാജ്യം വികസിക്കൂ എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. സുഗമമായ ഭരണക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിനായിരുന്നു ഇന്ത്യയെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചത്. സംസ്ഥാന സ്വയംഭരണത്തിനു വേണ്ടി വാദിക്കുന്നതിന്റെ മറവിൽ വിഘടനവാദത്തിന് ഊന്നൽ നൽകുന്ന പ്രമേയമാണ് അദ്ദേഹം പാസാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതെങ്കിലും പ്രമേയം കൊണ്ടുവരണമെന്ന് DMK കരുതുന്നു. ഇത് ജനങ്ങൾക്കും രാജ്യത്തിനും എതിരായ നടപടിയാണ്. ജനങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനതാ സഖ്യത്തിന് വോട്ട് ചെയ്യുകയും വേണം. മന്ത്രി പൊന്മുടി സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയും വേണമെന്ന് നൈനാ നാഗേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം തമിഴ്നാട് നിയമസഭയിൽ സംസ്ഥാന സ്വയംഭരണത്തിനായ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്റ്റാലിനാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് BJP നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേന്ദ്രമന്ത്രി അമിത്ഷാ സ്റ്റാലിന് നേരെ കടുത്ത തിരിച്ചടി നൽകിയിരുന്നു. ഹിന്ദി സംസാരിക്കാത്തവരുടെ മേൽ കേന്ദ്രം ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണെന്ന തമിഴ്നാട് മുഖ്യമന്ത്രി AK സ്റ്റാലിന്റെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തമിഴ് ഭാഷയിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ആരംഭിക്കണമെന്ന് അമിത്ഷാ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ DMK അധ്യക്ഷൻ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്നും പ്രാദേശിക ഭാഷകളെ ഉൾക്കൊള്ളുന്നതായി റിക്രൂട്ട്മെന്റ് നയങ്ങൾ പ്രധാന മാറ്റങ്ങൾ വരുത്തിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയം വഴി കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതൊരു LKG വിദ്യാർത്ഥി PhD ഹോൾഡറെ ഉപദേശിക്കുന്നത് പോലെയാണെന്നും സ്റ്റാലിൻ ആരോപിച്ചു. NEP-യെയും ത്രിഭാഷാ ഫോർമുലയും പിന്തുണച്ചുകൊണ്ട് BJP അടുത്തിടെ നടത്തിയ ഒപ്പുശേഖരണ പ്രചരണത്തെ അദ്ദേഹം വിമർശിച്ചു. 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഒരു ത്രിഭാഷാ ഫോർമുല ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സംസ്ഥാനത്തിന് മേൽ ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കില്ലെന്ന് അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നിലവിലുള്ള ദ്വിഭാഷാ സമ്പ്രദായം മതിയെന്ന് ഭരണകക്ഷിയായ DMK വാദിക്കുന്നു. തമിഴ്നാട്ടിൽ ഈ നയത്തിന് വലിയ പ്രചാരം ലഭിച്ചിട്ടില്ല. നിലവിലെ സംവിധാനത്തിൽ തമിഴ്നാട് അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടെന്നും ഒരു അധിക ഭാഷ ആവശ്യമില്ലെന്ന് DMK വാദിക്കുന്നു. നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 3 ഭാഷാ ഫോർമുല ആളുകൾക്ക് ഗുണം ചെയ്യുമെന്ന് BJP ചൂണ്ടിക്കാട്ടി. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്ന തരത്തിൽ സ്റ്റാലിൻ ഒരു വ്യാജ നാടകം ആസൂത്രണം ചെയ്തുവെന്നും തമിഴ്നാട് BJP പ്രസിഡന്റ് K. അണ്ണാമലയും ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു.